ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം ഒതുക്കിയിടുക പുറത്തേക്ക് ഇറങ്ങിയാണ്. ചൂല് ഉണ്ടോ? ഞാൻ അടിച്ചു വാരാൻ ഇറങ്ങുന്ന സമയത്ത് ഇച്ചിട്ടിൻ്റെ ചെറിയ ചൂലൊക്കെ ആയിട്ട് ഇറങ്ങും. ഇതേപോലെ അടിച്ചൊക്കെ വാരും കേട്ടോ. അടിച്ചു വാരും മുന്നേ വെള്ളമൊക്കെ തെളിച്ചിട്ടായിരുന്നു, എന്നാലും ഭയങ്കര പൊടിയാണ്. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏട്ടൻ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇച്ചുട്ടിക്ക് ഏട്ടൻ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ദൂരം ഏട്ടൻ്റെ കൂടെ അങ്ങനെ വഴി വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, കുറച്ച് ചെറിയ ചെറിയ പണികൾ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തീർത്തു. അടിച്ചു വാരലും ഒക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചുട്ടിയും കൂടെ പോയി നല്ലൊരു അടിപൊളി കുളിയൊക്കെ പാസ്സാക്കി വന്നു. ഇച്ചിട്ട് പതിവ് പോലെ നല്ല ഉറക്കമായിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിട്ടിൻ്റെ നഖം ഒന്ന് വെട്ടണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. ഇത് വന്നിട്ട് നെയിൽ കട്ട് ചെയ്യുന്നൊരു മെഷീനാണ് കേട്ടോ. ഇച്ചിട്ടി ഉണ്ടായപ്പോൾ മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഏകദേശം 3 വർഷമായി ഇത് യൂസ് ചെയ്യുന്നു. അതിൻ്റെ ബാക്കിൽ തന്നെ ഓരോ ഏജിന് യൂസ് ചെയ്യേണ്ട ഗ്രൈൻഡർ ഏതാണെന്നൊക്കെ ഉള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതേപോലൊരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റും കത്തും കേട്ടോ. ഈ ഏരിയയിലായിട്ടാണ് നമ്മുടെ ഏതാണോ നമ്മുടെ ഏജ് നോക്കിയിട്ടുള്ള ആ ഒരു ഗ്രൈൻഡർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ന്യൂ ബോൺ ബേബീസുള്ള അമ്മമാർക്ക് നെയിൽ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് പേടിയുള്ളൊരു കാര്യമാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും, ഇച്ചിരി അറിയുന്ന പോലുമില്ല. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേദനിക്കുകയും മുറിയുകയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല നീറ്റായിട്ട് വരും. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ.